ഹായ് ഡിഫൻസ് ആസ്പിറൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാര്യം ഡൽഹി പോലീസ് കോൺസ്റ്റബിളിൻ്റെ ഇന്നലെ ഒരു ഷിഫ്റ്റിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. ഡിസംബർ 1-ാം തീയതി. അപ്പോൾ ആ ഒരു എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം കുറേ കാൻഡിഡേറ്റ്സ് എന്നെ വിളിക്കുകയും അതുപോലെ തന്നെ കമൻറ്റൊക്കെ ചെയ്തിരുന്നു. അവർക്ക് ആ ഒരു സെക്ഷൻ യൂസ്ഫുൾ ആയിരുന്നു, നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് കുറച്ച് കമൻസാണ്. അപ്പോൾ അതിനകത്താണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള സെക്ഷൻസ് വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സാമിന് ശേഷം കുറച്ച് പേർക്ക് കുറച്ച് സജഷൻസും ഒക്കെ പറയാനുണ്ടായിരുന്നു. അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഇന്ന്. അപ്പോൾ ഇത് 2-3 പേര് കമൻറ്റ് ചെയ്തതാണ്, സെക്ഷൻസ് യൂസ്ഫുൾ ആയിരുന്നെന്നും അതുപോലെ തന്നെ ഇതിനകത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചെന്ന് പറഞ്ഞു ജനറൽ നോളജിനകത്ത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഒരു സെക്ഷനിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടായിരുന്നു, കമ്പ്യൂട്ടറിൻ്റെ ജനറൽ നോളജ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് മാത്രമായിരുന്നു ക്വസ്റ്റ്യൻസ് വന്നത്. ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ട് നമ്മൾ ആ ഒരു കമ്പ്യൂട്ടർ ജനറൽ നോളജിൻ്റെ ക്വസ്റ്റ്യൻസിനകത്തു നിന്നായിരുന്നു ഷിഫ്റ്റ് 1-നകത്ത് രാവിലത്തെ ഷിഫ്റ്റിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ നമ്മുടെ മാത്തമാറ്റിക്സിനകത്താണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്തും ഈ ഒരു സെക്ഷൻസിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ കുറച്ച് കുറച്ച് സജഷൻസ് എന്ന് പറഞ്ഞുണ്ടായിരുന്നു. സജഷൻസ് എന്ന് പറയുന്നത് ജനറൽ നോളജിൻ്റെ വന്നിട്ട് ജനറൽ നോളജ് ഇതിന് പുറമേ തന്നെ ഒരുപാട് ചോദ്യം എന്ന് പറയുന്നത് 2020 ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരുന്നു. 2020 കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യംസാണ് കൂടുതൽ വന്നത്. അപ്പോൾ അപ്പോൾ ഇനി അടുത്ത എക്സാംസ് എഴുതാൻ പോകുന്ന കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ജനറൽ നോളജ് 2020 കറണ്ട് അഫയേഴ്സ് നോക്കണം. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ആ ഒരു നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഈ ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഡൗട്ട് എന്താണോ അതിന് ഞാൻ പറ്റിയ പേജുകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള ഈ ഒരു കമ്പ്യൂട്ടർ ജനറൽ നോളജ് ആണെന്നുണ്ടെങ്കിലും മാത്തമാറ്റിക്സ് ആണെന്നുണ്ടെങ്കിലും ലോജിക്കലാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോസ് കണ്ടാൽ മതി, നിങ്ങൾക്ക് പാസ്സാവാനുള്ള മാർക്കിനുള്ള ഇത് കിട്ടും. അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ കാര്യം പറയാൻ പറ്റില്ല, എങ്ങനെയായിരിക്കും കട്ട് ഓഫ് എന്ന്. കഴിഞ്ഞ പ്രാവശ്യം 60+ ആയിരുന്നു കട്ട് ഓഫ്. അപ്പോൾ ഈ പ്രാവശ്യം എങ്ങനെയായിരിക്കും എന്നറിയില്ല. എന്നാലും നമുക്ക് ഈ ഒരു എക്സാം സഡനായിട്ട് ഒരു ജസ്റ്റ് ക്രാഷ് കോഴ്സ് പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിരുന്നു എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കാണാം.